ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് മുഴുവനും തന്നെ മുസ്ലിങ്ങളെ ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയായി സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം കേരളത്തിൽ നിയമിക്കപ്പെട്ടപ്പോൾ അച്യുതാനന്ദ മന്ത്രിസഭ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റുകയാണ്. അതിനവർ പറഞ്ഞ കാരണം അദ്ദേഹത്തിന് കാര്യക്ഷമതയില്ല എന്നാണ്. പക്ഷേ കാര്യക്ഷമതയില്ലാത്ത ചീഫ് സെക്രട്ടറിയായ റിയാസുദ്ദീനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് സിവിൽ സർവീസ് നേടിയിട്ടും കാര്യക്ഷമത കാണിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് കാര്യക്ഷമതയില്ലാത്ത ഈ ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുന്നത് എന്ന തമാശയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എത്തിപ്പെടുന്നത് പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ്യതയുടെ പ്രശ്നമായിട്ടാണോ മുസ്ലിങ്ങളെ ഇത്തരം ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ നിന്ന് നിഗൂഢമായ രീതിയിൽ മാറ്റുന്നത് എന്ന് സംശയിച്ചാൽ അതിന് കേരളീയരെ കുറ്റം പറയാൻ സാധ്യമല്ല. ഇങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഒരൽപ്പം സാമ്പത്തികമായി ഉയർന്നവർക്കെതിരെ, വിദ്യാഭ്യാസപരമായി ഉയർന്നവർക്കെതിരെ, ഉത്തരവാദപ്പെട്ട ജോലികൾ ഏറ്റെടുത്തവർക്കെതിരെ എല്ലാവർക്കു നേരെയും ഒരേ ആരോപണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്: അവർ തീവ്രവാദികളെ സഹായിക്കുന്നു എന്ന്. പിന്നെ സാധാരണക്കാരായ ആളുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? കേരളത്തിലെ ചിരിപ്പിച്ച ലെറ്റർ ബോംബിന്റെ പ്രശ്നം നമുക്കറിയാം. ഒരുപാട് ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങൾ ആഘോഷിച്ച പ്രശ്നം. മോഹൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടുന്നു. അയാൾ നിരപരാധിയാണെന്ന് അയാളുടെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം വിളിച്ചു പറയുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പത്രക്കാരും അദ്ദേഹത്തിന് ഏതു സംഘടനയുമായിട്ടാണ് ബന്ധം എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം. ചിലര് പറഞ്ഞു അൽഖ്വയ്ദയുമായിട്ടാണ് ബന്ധം, ചിലർ അത്ര കടുപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ട് താലിബാനുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞു. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പറഞ്ഞു അയാൾക്ക് സിമി ആയിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞു. വലിയ ദൂരക്കൊന്നും പോകാതെ അവനാന്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. അവസാനം പ്രതി മറ്റൊരാളായപ്പോൾ അയാൾക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് പതുക്കെ കേസ് തേച്ചു മായ്ച്ചു കളഞ്ഞു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് മോഹ്സിൻ നിരപരാധിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ വെടിയുണ്ട ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. നിരപരാധിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ വെടിയുണ്ടയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നത്. പിന്നീട് നമ്മൾ മറ്റൊരു സംഭവമാണ് അക്ബർ രാജ് എന്ന് പറയുന്ന ഒരു നിരാശാ കാമുകനുണ്ടാക്കി വെച്ച പ്രശ്നം. രാഷ്ട്രപതിക്ക് ഇമെയിൽ സന്ദേശം അയക്കുന്നു. അദ്ദേഹത്തിന്റെ പിറകെ തീവ്രവാദികളുടെ പ്രശ്നമാക്കി പത്രങ്ങളും രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നാലെ ഓടുന്നു. അവസാനം അതൊരു തമാശയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇമെയിൽ അയച്ച ഇന്റർനെറ്റ് കഫേയുടെ ഉടമയായ മൊയ്തീൻ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് ഇന്നും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുകൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഏക വരുമാനമായ കമ്പ്യൂട്ടർ പോലീസിന്റെ കൈവശം വെച്ചിരിക്കുന്നു, അവർ തിരിച്ചു കൊടുക്കുന്നില്ല. തമാശയാണ്. എല്ലാം തെളിഞ്ഞിട്ടും മൊയ്തീൻ കുഞ്ഞിന്റെ കമ്പ്യൂട്ടർ തിരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് തയ്യാറാകുന്നില്ല. ഇതോടൊപ്പമാണ് നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ വെടിയുണ്ടയുമായിട്ടുള്ള യാത്രയെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അദ്ദേഹം വെടിയുണ്ട കൊണ്ട് യാത്ര ചെയ്യണോ വേണ്ടയോ എന്നതല്ല പ്രശ്നം. പക്ഷേ ആ വെടിയുണ്ട പോലീസ് പിടിച്ചപ്പോ ഉടൻ തന്നെ പോലീസ് വെടിയുണ്ട തിരിച്ചു കൊടുക്കുന്നു. മൊയ്തീൻ കുഞ്ഞിന്റെ കമ്പ്യൂട്ടർ തിരിച്ചു കൊടുക്കാത്തവർ മാത്രമല്ല, അദ്ദേഹത്തോട് ഡൽഹിയിലെ പോലീസ് പത്രക്കാർ ചോദിച്ചു, ഈ വെടിയുണ്ട ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചപ്പോ പിണറായി വിജയന്റെ പ്രസ്താവന എന്താ? അത് വിശ്വാസ്യതയുടെ പ്രശ്നമാണ്, കാരണം എന്റെ പേര് വിജയനാണ്, ഞാൻ ഈ രാജ്യത്തെ അപകടത്തിലാക്കൂല. മുസ്ലിം അങ്ങനെയാണോ? വിശ്വാസ്യതയുടെ പ്രശ്നമാണത്, അതുകൊണ്ടാണ് എനിക്ക് യാതൊരു കുഴപ്പമില്ലാതിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനോടൊപ്പമാണ് ചേർത്തി വായിക്കേണ്ടത് ചാവക്കാട്ടുകാരൻ കോയ കളിത്തോക്ക് കൊണ്ടുവന്നതിനെ ഇതോടൊപ്പം നിങ്ങൾ ചേർത്തി വായിക്കണം. കസ്റ്റംസ് വെട്ടിച്ച് ഒരുപാട് കളിക്കോപ്പുകൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരു കളിക്കോപ്പാണ് തോക്ക്. ഇവിടുത്തെ പത്രങ്ങളും രാഷ്ട്രീയക്കാരും എന്തിന് നമ്മുടെ മുഖ്യമന്ത്രി വരെ എന്താ പറഞ്ഞത്? കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ തോക്ക് സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.